ഫൈനലി റെഡീം കോഡിന്റെ റിവാർഡ് വന്നിരിക്കുകയാണ്. റിവാർഡ് എന്തൊക്കെയായിരിക്കും, പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ എത്ര ആയിരിക്കും കാണാൻ സാധിക്കുക, എന്നായിരിക്കും നമുക്ക് FFWSന്റെ മാസ് ആയിട്ടുള്ള റെഡീം കോഡ് ലഭിക്കുക, നമുക്ക് നോക്കാം. ഇതൊക്കെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ FFWSന്റെ കലണ്ടർ കാണാൻ സാധിക്കും. ഈ ഒരു കലണ്ടറിൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കാരണം ഈ ഒരു കലണ്ടർ നേപ്പാൾ സെർവറിൽ വന്ന ഒരു കലണ്ടറാണ്, ഇന്ത്യൻ സെർവറിലേക്ക് വന്നിട്ടില്ല. ബട്ട് ഇന്ത്യൻ സെർവർ, പിന്നെ നമുക്ക് ബംഗ്ലാദേശ് സെർവർ, പിന്നെ നമുക്ക് നേപ്പാൾ സെർവർ, ഈ സെർവറുകളിലെല്ലാം എല്ലാ ഈവന്റുകളും സെയിം ആയിട്ട് ഒരേപോലെ വരുന്നതായിരിക്കും. ഈവന്റുകളൊക്കെ വരുമ്പോൾ ചില സെർവറുകളിൽ നേരത്തെ വരും, നമ്മുടെ സെർവറിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരിക, നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ലേറ്റ് ആവും. ബട്ട് എന്തായാലും ഈവന്റ് വരുന്നതാണ്. അപ്പോൾ ഈ കലണ്ടറിൽ കാണുന്ന സെയിം റിവാർഡുകൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ലഭിക്കാൻ പോകുന്നത് ടോപ്പിൽ കാണുന്ന ഈ സർഫ് ബോർഡ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും നല്ല മാസമായിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിൽ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു പിന്ന് ലഭിക്കും. അത് മാത്രമല്ല, നമുക്ക് മെയ് 21 നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത് ബാഗിന്റെ സ്കിൻ ആയിരിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ബാഗിന്റെ സ്കിന്നാണ്. ദെൻ നമുക്ക് താഴെയായിട്ട് റെഗുലർ ആയിട്ട് നമ്മളെല്ലാവരും ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൂട്ട് ബോക്സ് ലഭിക്കുന്നുണ്ട്, ഗോൾഡ് റോ ലോച്ചർ, പിന്നെ നമുക്ക് പാരഷൂട്ട് ലഭിക്കുന്നുണ്ട്, പെറ്റിന്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. നമ്മൾ റാങ്ക് മാച്ച് കളിക്കുകയാണെങ്കിൽ, പ്ലേ ലോൺ വോൾഫ് റാങ്ക് മാച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സും ലഭിക്കാൻ പോകുന്നത് ഈ പെറ്റിന്റെ സ്കിന്നായിരിക്കും. നമുക്ക് പെറ്റിന്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മിഷൻസ് കാണാൻ സാധിക്കും. ആ മിഷൻസ് നമ്മളെല്ലാവരും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ലൂട്ട് ബോക്സ് ആണോ ബാഗിന്റെ സ്കിന്നാണോ, ഈ ഒരു റിവാർഡ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫൈനൽസ് പ്ലേ ടൈമിൽ നമുക്ക് എല്ലാവർക്കും കാറിന്റെ സ്കിൻ ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കുറച്ച് ടൈം ഗെയിം കളിച്ചാൽ ലഭിക്കാൻ പോകുന്നത് കാറിന്റെ സ്കിൻ ആയിരിക്കും. നമുക്ക് കാറിന്റെ സ്കിൻ ലഭിക്കും. ബട്ട് ഗൈസ്, നമ്മൾ ഏറ്റവും അവസാനം നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. FFWS ലൈവ് വ്യൂവർഷിപ്പ് മൈൽ സ്റ്റോൺ. നമുക്ക് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്ന ഇമോട്ട് ആയിരിക്കും. മെയ് 21 ഈ ഒരു ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുക. ഫൈനൽ നടക്കും അന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റെഡീം കോഡ് ലഭിക്കും. ആ റെഡീം കോഡ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് ഇൻബോക്സിലേക്ക് വരുന്നത് ഇമോട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇനി ഗരീന ഫ്രീ ഫയർ നമ്മളൊന്നും തേച്ചില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കലണ്ടറൊക്കെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസമായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.